മിസ് യു ഓൾ ടെറിബ്ലി. സീരിയസ് ആയിട്ട് പറയാൻ എനിക്ക് എല്ലാവരെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ആൻഡ് I feel so proud to have such students who really care. ഇത്രയും സ്നേഹം നിങ്ങൾ എനിക്ക് തരുന്നതിനും ഒക്കെ താങ്ക് യു. ഞാനിവിടെ തുടങ്ങുന്ന സമയത്ത് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത എൻ്റെ കുട്ടികൾ +2 അവർ ലീവ് ചെയ്യാണ്. ഏറ്റവും വലിയ മക്കളാണ് നമ്മുടെ +2ലെ മക്കള്. അപ്പൊ നിങ്ങൾ എപ്പോഴും നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബാച്ചാണ്. അതിനിന്ന് നല്ല പോലെ നിങ്ങളെ മിസ് ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളായിട്ട് ആരെയും ദ്രോഹിക്കാതിരിക്കുക. ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പ്രൗഡായിരിക്കും നിങ്ങൾ എല്ലാവരും. എന്റെ കുട്ടികളെ കാണാനും പോകുന്നില്ല. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കുറച്ച് വിഷമമായി പോയി. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലാസ് എനിക്ക് ഈ +2. എന്തോ ഒരു പ്രത്യേകമായിട്ടൊരു കണക്ഷൻ നിങ്ങളോട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേണ്ടിയിട്ടുള്ള അവസാനത്തെ +1 ഫിസിക്സ് ക്ലാസ് ആയിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ നെക്സ്റ്റ് ഇയർ മീറ്റ് ചെയ്യും. സോ ഇനി കാരണം നമ്മൾ 10ാം ക്ലാസ്സിലും +1 ആകുമ്പോൾ ഇനിയും കാണാം എന്നുള്ള ഒരു കാര്യം നമുക്ക് പറയാനുണ്ടായിരിക്കും. ഇനി നിങ്ങളോട് അങ്ങനെ പറയാനില്ല. എല്ലാവർക്കും നമുക്കിനി +2 കാണാം. നിങ്ങളെ മിസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ച് കളഞ്ഞു. ഓക്കെ, അപ്പോൾ മിസ്സിനെ +1 ലൈവ് കഴിഞ്ഞ് ഓടി വന്നാണ്. എന്ത് വന്നാലും നിങ്ങളുടെ അടുത്ത് വന്നിട്ടേ പോകുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ മിസ്സിന്റെ വോയിസ് ഓക്കെ ആയെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ഒരു 2 വീക്സ് 3 വീക്സോളം വോയിസ് ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ മിസ് വോയിസ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ആരാണ് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് കെമിസ്ട്രി പഠിപ്പിക്കുന്നത്? മിസ്സിന് ഷോക്ക് അടിച്ചു. ഒരു മിനിറ്റ്, ഷോക്ക് അടിക്കുമ്പോ സബ്ജക്റ്റിന്റെ മെന്റി ഒരുമിച്ച് കളിക്കുന്നത് ഞാനും ശരത് ചേട്ടന്റെ അനിയനാണ് കേട്ടോ മിസ്. ശരത് എന്താ 9ാം ക്ലാസ്സിൽ ഇവിടെ? +2 ചേട്ടനായിരുന്നു. ശക്തിമാൻ ബാച്ച് ഫുൾ ഇവിടെ ഉണ്ട്. എന്റെ അമ്മോ കേട്ടോ, ഇതൊന്നും നമ്മുടെ 9ാം ക്ലാസ്സിലെ മക്കളല്ല കേട്ടോ, ചേട്ടന്മാരും ചേച്ചിമാരൊക്കെയാണ്. ഞങ്ങളില്ലാതെ എന്ത് വേണ്ടി. അപ്പൊ നമ്മുടെ സീനിയേഴ്സ് ഒക്കെ അസംബിൾ ആയിട്ടുണ്ട്. സീനിയേഴ്സ് എന്ന് ജൂനിയേഴ്സിന്റെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ശരി, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബൈ ബൈ.